ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വന്നേ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 2-3 ഐറ്റം എന്ന് പറയാൻ പറ്റില്ല. മിക്കപ്പോഴും നമുക്കിവിടെ ദോശയാണ്, വല്ലപ്പോഴും മാത്രമാണ്. ഫസ്റ്റ് ചപ്പാത്തിയൊക്കെ രാവിലെ കഴിക്കായിരുന്നു, ഇപ്പം രാത്രി ചപ്പാത്തി ആയതുകൊണ്ട് അതും കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടോയെന്ന്. ഇപ്പം യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ. എന്ത് സാധനമാണെങ്കിലും അതിലങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചേച്ചി വിശദീകരം വിത്ത് എല്ലാം എക്സ്പ്ലനേഷൻ അടക്കം നമുക്ക് പല പല യൂട്യൂബേഴ്സിൻ്റെയും റെസിപ്പീസ് കിട്ടുമല്ലോ. അപ്പം ഞാനിന്ന് റവ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഉപ്പുമാവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ പിടുത്തില്ലാത്തതുകൊണ്ട് ആ റവ അവിടെ അങ്ങനെ അങ്ങ് ഇരിക്കുക. കുറച്ച് നാളൂടെ കഴിഞ്ഞ് അത് കളയേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഊത്തപ്പം ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ റെസിപ്പി കിട്ടി. അപ്പോൾ അതെ, ആ ഒരു കപ്പിൽ ഒരു 1.5 കപ്പ് റവ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ ഒരു സംഭവം ഫസ്റ്റ് ദോശ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഊത്തപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ മറ്റമാവില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റവ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ട്രൈ ആക്കാമെന്ന്. അപ്പോൾ ആ ഒരു 1.5 കപ്പ് റവയിലോട്ടേക്ക് ഞാൻ 2 സ്പൂൺ നമ്മളുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോഗേർട്ടാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ദോശമാവ് പോലെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളിൽ പലരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇതിൽ പറയണേ. അപ്പോൾ ദേ അത്യാവശ്യം നല്ല പോലെ നമ്മുടെ സാധാ ദോശേൻ്റെ ബാറ്റർ പോലെ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഞാൻ അരയുന്ന കൂട്ടത്തിൽ സവാളയും ക്യാരറ്റും പച്ചമുളകും വേപ്പിലയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതേ സൈഡിൽ ഞാൻ തക്കാളി ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ തക്കാളി ചമ്മന്തി ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ തട്ടിൽ കുട്ടി ദോശ ട്രൈ ചെയ്ത സമയത്ത് ഈ ഒരു ചമ്മന്തി അതിനെന്തോ കോംബോ ആണെന്ന് ആരോ പറഞ്ഞു. അങ്ങനെ ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു തക്കാളിയും ഒരു സവാളയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്നും ഇത് കട്ട് ചെയ്യുന്നില്ല, കാരണം അറിയാമല്ലോ നമുക്കിത് ഒന്ന് സെറ്റായി കഴിഞ്ഞ് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തക്കാളി ചമ്മന്തി എന്തായാലും നല്ലതായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു, കാരണം മുന്നേ തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട്. പക്ഷേ റവ ഊത്തപ്പം ഞാൻ ഏട്ടനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഏട്ടനായതുകൊണ്ട് എന്തും കഴിച്ചോളും, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഞാനിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസൊക്കെ പരീക്ഷിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിൻ്റെ അളവൊന്നും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ എല്ലാം ഒരു കൈ കണക്കാണ്. പിന്നെ എന്തോ പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ചില സമയങ്ങളിൽ ഉപ്പ് കൂടി പോവും, ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു പോകും. മുളക് പൊടിയുടെ ആ ഒരു കൂടുതൽ വളരെ റെയറായിട്ടേ വരാറുള്ളൂ. പിന്നെ നമുക്ക് എരിവ് കുറവായതുകൊണ്ട് എപ്പോഴും ഞാൻ മുളക് ഇച്ചിരി കുറച്ച് ഇടാറുള്ളൂ. അപ്പോൾ അതിലിതേ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് തണുക്കാൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാനത് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി ചമ്മന്തി നല്ല കിടുവായിരുന്നു കേട്ടോ. ഏട്ടൻ ഞാനും നമ്മുടെ പാത്രം വടിച്ചെടുത്തു, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ എന്ന് തോന്നുന്നു. അതിലേക്ക് മാവിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യം നെയ്യൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നെയ്യും കൂടെ കയറ്റി കഴിഞ്ഞു അല്ലെങ്കിൽ ഈ വണ്ണം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കൂടി വരുന്നുണ്ട്. ചെറുതായിട്ടെന്നല്ല, വലിയതായിട്ട് തന്നെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നെയ്യും കൂടെ കുത്തിക്കയറ്റുണ്ടാന്ന് വിചാരിച്ചിട്ട് നെയ്യ് ഞാൻ അങ്ങനെ തന്നെ പിന്നെ തിരിച്ചെടുത്ത് വെച്ചായിരുന്നു. നെയ്യ് യൂസ് ആക്കിയത് സൈഡിൽ നെയ്യിൻ്റെ പാത്രം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു അരമണിക്കൂറേ ഞാൻ വെച്ചുള്ളൂ. കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അത്ര നന്നായിട്ട് വന്നില്ല. ഇനിയിപ്പോൾ ഞാനത് കുറേ നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ടാണോ എനിക്ക് അത്ര കണ്ട് സക്സസ് ആയിട്ട് വരാതെ ഇരുന്നേന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ചെറിയൊരു രീതിയിൽ പരത്തിയിട്ട് നമ്മൾ ഒരു ക്യാരറ്റല്ല, ഒരു 1/2 ക്യാരറ്റ്, 1/2 സവാള, ഒരു 2 പച്ചമുളക്, ഒരു ഇച്ചിരി കറിവേപ്പില, അതൊക്കെ കൂടെ ഞാൻ ചോപ്പറിലിട്ടിട്ട് നൈസായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിദോശയില്ലേ, ആ അരിദോശേൻ്റെ പോലെ നമുക്കൊരു സോഫ്റ്റായിട്ട് വരുന്നില്ല. നമ്മൾ സാധാ അരിദോശ നമ്മൾ ഇതുപോലെ കുഞ്ഞു വട്ടത്തിൽ ഈ തട്ടുകടലത്തെ പോലത്തെ രൂപത്തിൽ നമ്മൾ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പതുപതൂന്നിരിക്കുമല്ലേ, ആ ഒരു ഇതിന് കിട്ടിയില്ല. ഇച്ചിരി ഹാർഡായിരുന്നു സംഭവം. ഇനി ഞാൻ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ടാണോ എനിക്കത് വന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയാണോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും
പിന്നെ ആ ഒരു ചട്നി ഉള്ളത് കൊണ്ട് ചമ്മന്തിയുടെ കൂടെ കഴിച്ചപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ വന്നു. എന്നൊരു ഇത് സൂപ്പറായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ ജിമ്മിൽ പോവും, ഞാൻ ജിമ്മിൽ പോകാറില്ല. കാരണം ഇവിടുത്തെ ജിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇൻസ്ട്രക്ടേഴ്സ് ഒന്നുമില്ല. ഞാൻ ഇന്നേ വരെ ജിമ്മിൽ പോകാത്തതുകൊണ്ട് അവിടെ പോയിട്ട് എന്താ കാണിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ചെറിയ തോതിൽ എക്സസൈസൊക്കെ ചെയ്യും. ചെറിയ തോതിൽ നല്ല അത്യാവശ്യം. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അപ്പം ഞാൻ ഇന്ന് ഒരു ക്യാരറ്റ് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതും യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്. അപ്പം അപ്പുറത്തെ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഞാനൊന്ന് ആവിയിൽ വേവിച്ചിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് ജ്യൂസും വലിയ റെസിപ്പീസ് ഒന്നുമല്ല. പക്ഷെ അങ്ങനെ ക്യാരറ്റ് നമ്മളിങ്ങനെ ജ്യൂസ് അങ്ങനെ അടിച്ചിട്ടൊന്നും അങ്ങനെ വലിയതായിട്ട് കുടിക്കാറൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇനിയിപ്പം അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് അവരിട്ടിട്ട് ടേസ്റ്റ് കൂടിയാലോ നോക്കിയിട്ട് വെറുതെ യൂട്യൂബിൽ നോക്കി ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് കഷ്ണണ്ടിയും മുന്തിരിയൊന്നും നമ്മളിവിടെ എപ്പോഴും വാങ്ങി വെക്കാറൊന്നുമില്ല കേട്ടോ. നമ്മൾ ക്രിസ്മസിന് ബിരിയാണി ഉണ്ടാക്കിയല്ലോ, അപ്പം അതിന് മേടിച്ചത് ഇച്ചിരി ബാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു ഫിലിപ്പിനോ പഴവും നമ്മൾ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ മിക്സിയിൽ അതാണ് കോമ്പിനേഷൻ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും സംഭവം കിടുവായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ഈന്തപ്പഴമായിരുന്നു കേട്ടോ മധുരത്തിന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഈന്തപ്പഴവും തേനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഇച്ചിരി മധുരം ഇട്ടു. അതെല്ലാം കഴിഞ്ഞു. ഏട്ടനൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയിലോട്ട് കടന്നു. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണ് മിക്കപ്പോഴും ഞാൻ ഈ തുടയ്ക്കുന്ന പരിപാടി. എല്ലാ ദിവസവും അടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ മതക്കൻ വീടാണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ പോലും ക്ലീനിങ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് വലിയൊരു ടഫസ്റ്റ് ജോബായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും തൂത്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ജനൽ ഞാൻ തുറന്നിടും എപ്പോഴും. എനിക്ക് ഏട്ടനും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്തോ വല്ലാത്തൊരു ശ്മശാന മൂകതയാണ്. അപ്പോൾ അത് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ കൂടെ വരെ വണ്ടി, പിന്നെ അവിടെ വർക്ക് നടക്കണോണ്ട് അവിടുത്തെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും ഓരോ മെഷീൻ്റെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റും. സൈലൻസ് ആയിട്ടിരിക്കും. എനിക്കെന്തോ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഏട്ടൻ വരണ വരെ ഞാൻ രാത്രിയാണെങ്കിലും വെളുപ്പാണെങ്കിലും ഞാൻ ആ ജനൽ തുറന്നേ എടുത്തുള്ളൂ. അപ്പോൾ അതും കൂടെ അത്യാവശ്യം പൊടിയൊക്കെ വരണുണ്ട്. അല്ലാതെ പിന്നെ ഇവിടെ പൊടി വരാൻ വേറെ ചാൻസ് ഒന്നുമില്ല. നമ്മൾ ഷൂസൊക്കെ മറ്റോടത്ത് ഊരിയിട്ടിട്ടാണ് കയറുക. അവിടെ നിന്ന് കാറ്റടിക്കുമ്പോൾ വരണതാണ്. ഒരു നെറ്റ് അവരിട്ടിട്ടുണ്ട്, എന്നാലും നെറ്റിന് ചെറിയ ഓട്ടയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തറയൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൈയോടുകൂടെ കിച്ചണും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഞാൻ ക്ലീനിങ്ങിൽ വല്ലാണ്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ദിവസവും അടുക്കളയൊക്കെ സുന്ദര കുട്ടപ്പനാക്കിയിട്ടിട്ടാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോവുക. വേറെ ഒന്നും തന്നെയല്ല കേട്ടോ. ഇവരുടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇവരുടെ എഗ്രിമെൻറ്റിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെക്കിങ്ങിനൊക്കെ ഇടയ്ക്ക് വരുന്നു. അപ്പോൾ വെറുതെ ഒരു പണിയും കൂലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുക. ആ സമയത്ത് പിന്നെ ഇവിടെയും കൂടെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരൊക്കെ വന്ന് കാണുമ്പോൾ മോശമാണല്ലോ. അല്ലാതെ എനിക്ക് നല്ല മടിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തിടാന്നുള്ളതൊക്കെ. അപ്പോൾ പക്ഷേ കിച്ചൺ ഇപ്പോഴും ഇപ്പം ഇവിടെ എല്ലാം എപ്പോഴും ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കിച്ചൺ ആണെങ്കിലും ഈവൻ നമ്മുടെ മേലത്തെ സ്ലാബില്ലേ, മറ്റേ സ്ലാബല്ലല്ലോ ആ ചുമരൊക്കെ വരെ ഞാൻ എല്ലാ ദിവസവും തൂത്തിട്ടൊക്കെയാണ് കിടന്ന് ഉറങ്ങാറുള്ളത്. വല്ലാണ്ട് മാറി. അപ്പോൾ പണ്ട് ഇങ്ങനെ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ കൈയോടുകൂടെ അതൊക്കെ തൂത്തു. സ്ലാബും എല്ലാം തൂത്തു. വലിയ കാര്യമായിട്ട് പൊടിയും ഇതൊന്നുമില്ല. എന്നാലും എന്തായാലും ക്ലീൻ തുടക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തൂക്കണ സാധനം നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. അത് ഓർഡർ ചെയ്തിട്ടോ ചോദിച്ചാൽ ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ റൂമൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഇപ്പോൾ ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. വേറെ പല കാര്യങ്ങൾക്കും ഇതുപോലെ വേറൊരു സെക്കൻഡറി ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വാങ്ങണം. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് മേടിച്ചിട്ട് പയ്യെ ഇങ്ങനത്തെ സെക്കൻഡറി ഓപ്ഷൻസ് ഉള്ള സാധനങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻസ് മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം കൂടെ ഒറ്റയടിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇങ്ങനെ കുഴപ്പമില്ല. ഞാൻ ആദ്യം കുറേ നേരം ഞാൻ കുനിഞ്ഞ് നിന്നൊക്കെ നോക്കി. പക്ഷെ എനിക്ക് മുട്ടുവേദന എടുത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാക്കി. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്യുന്നത് കൊണ്ടും വേറെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് ചെളിയും ഇതൊന്നും വരണില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ തല കഴുകിയില്ല. അപ്പം നമ്മൾ രാത്രിയിലത്തേക്ക് ഇന്ന് വെണ്ടയ്ക്ക ബിണ്ടി മസാല ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ചപ്പാത്തിക്ക് മുട്ടക്കറി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് പച്ചക്കറി മാവൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന്
ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ റെസിപ്പിയും എന്നത്തെയും പോലെ തന്നെ എനിക്ക് യൂട്യൂബ് ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ. എന്താ യൂട്യൂബില്ലാണ്ട് ഇപ്പം നമുക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെണ്ടയ്ക്കും ഒരു തക്കാളി ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ചെയ്യാറില്ല, അത് ശരിക്കും ചെയ്യണത് നല്ലതാണ്. അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അപ്പോൾ അതേ ഈ തലയും വാലും കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ഒരു വെണ്ടയ്ക്കാണ്, വലിയ വലിപ്പമൊന്നുമില്ല, 2 പീസാക്കി കട്ട് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുറിച്ച് വെച്ചു. പിന്നെ ഒരു പാൻ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂണാണെന്ന് തോന്നുന്നു, കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അളവൊന്നും അറിയില്ല. അതിനുള്ളിലേക്ക് ഇത് 1 സവാള, ഒരു ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്തതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 സവാളയ്ക്ക് ആവശ്യമായിട്ട് വരണുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 അല്ലെങ്കിൽ 2, ചെറിയതൊക്കെ ആണെങ്കിൽ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാളയൊക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേപ്പിലയും കൂടെ ഞാൻ കുറച്ച്, ഇവിടുത്തെ വേപ്പില കിട്ടിയത് ഉണങ്ങിപ്പോയി, പിന്നെ ഞാൻ അതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മളുടെ മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ എനിക്ക് അളവൊന്നും പറയാൻ അറിയില്ല, ഞാൻ അതങ്ങനെ തട്ടുകയാണ്. പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഞാനതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒരു തക്കാളി മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചു. പിന്നെ കൈയോടെ തന്നെ ഞാൻ ആ പാത്രങ്ങളൊന്ന് കഴുകി. ഒരുപാട് പാത്രമൊന്നുമില്ല, മിക്സിയുടെ ജാറും ഇതേ ഉള്ളൂ. പിന്നെ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സിങ്കും ചെറുതാണ്, അപ്പോൾ കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുള്ള പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് കൈയോടെ തന്നെ ഞാൻ എല്ലാം എന്താ പറയുക കഴുകി വെക്കും. അപ്പോൾ ചെറുതായതുകൊണ്ട് ഇപ്പോൾ അധികം പാത്രം ഇല്ലെങ്കിൽ പോലും നമുക്ക് കുറേ ഉള്ള പോലെ തോന്നും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മടുക്കും. അപ്പോൾ എപ്പോഴും അപ്പം തന്നെ കഴുകി അങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നോക്കുമ്പോഴാണെങ്കിലും ആഹാ കൊള്ളാം, ഒരുപാട് പണിയെടുത്ത ഒരു ഫീല് വരില്ല. നമ്മൾ കൂട്ടിയിടുമ്പോഴാണ് കുറേ നമ്മൾ അയ്യോ എൻ്റെ പൊന്നി ഞാൻ ഒരുപാട് പണിയെടുത്തു എന്നുള്ളൊരു ഫീല് വരാം. എനിക്ക് എന്തോ നാട്ടിലായിരുന്നപ്പോഴും ഈ ഒരു ശീലം എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും പാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കഴുകി വയ്ക്കുക, കൂട്ടിയിടുക എന്നുള്ളത് എനിക്കിഷ്ടമല്ല. എൻ്റെ അപ്പം നേരെ തിരിച്ചാണ്. എൻ്റെ അപ്പൻ എന്താ പറയുക, കഴുകാൻ എളുപ്പത്തിന് കുതിരാനെന്നും പറഞ്ഞുകൊണ്ട് സിങ്കിലിടും. എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും. പിന്നെ അതേ ഞാൻ പിറ്റേ ദിവസത്തേക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പച്ചരി കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 1 സ്പൂൺ യോഗേർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ഞാൻ അതിലേക്ക് 1 സ്പൂണേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുള്ളിലേക്ക് നമ്മളുടെ വെണ്ടയ്ക്കും കൂടെ ആഡ് ചെയ്തു. ഇതൊരു ഹിന്ദിക്കാരി ചേച്ചിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പുള്ളിക്കാരി അതിലേക്ക് നമ്മളുടെ ഒറിഗാനോ അല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ ഹിന്ദിക്കാരുടെ, മറന്നുപോയി, ആ ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. ഹിന്ദിക്കാരൊക്കെ ആഡ് ചെയ്യുന്ന ഒരു പൊടിയില്ലേ, എന്താണാവോ, ആ ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ അതിനുള്ളിലേക്ക് വെണ്ടയ്ക്ക ഇട്ടു. പിന്നെ ആ ചേച്ചി വെണ്ടയ്ക്ക ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ അതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒരുപാട് നമ്മുടെ ശരീരത്തോട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കി വേവിക്കുകയാണ്. അപ്പം അത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ നമ്മുടെ അപ്പത്തിനുള്ള മാവും കൂടെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നു കസൂർ മേത്തി എന്നല്ലേ പറയണേ, ആ സാധനം ആ ചേച്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ കറി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അതിനുള്ളിലേക്ക് കുറച്ച് നമ്മളുടെ കറി മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കസൂർ മേത്തി ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ആ പുള്ളിക്കാരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ആലോചിച്ചു അത് മേടിച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് യൂസ് വരാത്തത് കൊണ്ട് ഞാൻ പിന്നെ മേടിച്ചില്ല. അപ്പോൾ എന്തായാലും സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആണ്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ വെണ്ടയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. സംഭവം അടിപൊളിയാണ്. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ.